ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. വിഷയങ്ങളെല്ലാം തന്നെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ കലുഷമാക്കി തീർക്കുകയാണ്. കാരണം അവയിൽ രാഗദ്വേഷ മതമത്സര്യാദികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ചിത്തം കലുഷമായിരിക്കുമ്പോൾ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കും. അതിനാൽ മനസ്സ് സ്വസ്ഥമാകണമെങ്കിൽ ആത്മധ്യാനം തന്നെ ചെയ്യണം. നിരന്തരമായ ആത്മവിചാരം കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങി മനസ്സിൻ്റെ ചലനവും നീങ്ങിയ ശേഷം മനസ്സ് നിശ്ചലമാകും. സ്വച്ഛവും നിശ്ചലവുമായ മനസ്സിൽ ഈശ്വരത്വം വിളയാടുന്നതാണ്. ഇപ്രകാരം ഈശ്വരത്വം നമ്മുടെ ഉള്ളിൽ വളരണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആകയാൽ വിഷയധ്യാനം സ്വപ്നമെന്നോർത്തു വിട്ടുടൻ എന്നിൽ താൻ ചേർത്തിടും ധന്യ ആത്മാവായി തൻ വിളങ്ങിടും. ഭഗവാനിൽ തന്നെ നിരന്തര ധ്യാനം ചെയ്യുന്ന ഒരാൾ, ഭഗവാനിൽ തന്നെ നിരന്തരമായി നിലനിൽക്കുന്ന ഒരാൾ ആ ഭഗവത് പദം തന്നെ പോകുന്നതാണ്. അതായത് ആ ഭഗവാനായിത്തീരുന്നതാണ്. അതുകൊണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ട് വിഷയധ്യാനമെല്ലാം സ്വപ്ന സമാനമാണ്. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനു തൊൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവനോടൊക്കും ഹരിനാരായണായ. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ സ്വപ്ന സമാനമാണ്. നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ പരമമായ സത്യത്തിലേക്ക് ഉണരുമ്പോൾ ഇതൊക്കെ സ്വപ്നത്തിന് സമാനമായി മാത്രമേ നമുക്ക് അനുഭവമാവുകയുള്ളൂ. അതിനാൽ ഈ വിഷയധ്യാനങ്ങളെല്ലാം വിട്ട് ഇതെല്ലാം സ്വപ്നമാണെന്ന് ബോധിച്ച് ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സ് വിചാരം ചെയ്യുകയാണെങ്കിൽ ആത്മാവായി തൻ വിളങ്ങിടും. നാം ഓരോരുത്തരും ആ പരമാത്മാവ് തന്നെയാണ് എന്ന ബോധം നമ്മളിൽ രൂഢമൂലമാകും. ആകയാൽ വിഷയധ്യാനം സ്വപ്നമെന്നോർത്തു വിട്ടുടൻ എന്നിൽ താൻ ചേർത്തിടും ധന്യ ആത്മാവായി തൻ വിളങ്ങിടും. അതാണ് വാസ്തവത്തിൽ. ആത്മാവായി തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കും. ആത്മാവിനെ തന്നെ വിചാരം ചെയ്താൽ യദ്ഭാവോ തദ്ഭവതി. എങ്ങനെ നമ്മൾ ഭാവിക്കുന്നുവോ അതായിത്തീരുന്നതാണ്. വിഷയങ്ങളെയാണ് ഭാവിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് വിഷയാകാരമായിത്തീരും. വിഷയങ്ങൾക്ക് ഉണ്ടാവുക, കുറച്ചു കാലം നിലനിൽക്കുക, പിന്നെ അത് നാശോന്മുഖമാവുക എന്ന സ്വഭാവത്തോടു കൂടിയതാണ്. അങ്ങനെയുള്ളതിനെ അസത്ത് എന്ന് പറയും. അസത്തിനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ശാശ്വതമായ സുഖം കൈവരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ശാശ്വത സുഖം കൈവരിക്കണമെങ്കിൽ സത്തിനെ തന്നെ നാം ആശ്രയിക്കുകയുള്ളൂ. ആകയാൽ വിഷയധ്യാനം സ്വപ്നമെന്നോർത്തു വിട്ടുടൻ എന്നിൽ താൻ ചേർത്തിടും ധന്യ ആത്മാവായി തൻ വിളങ്ങിടും.